എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ മൂന്ന് ആൾക്കും യോഗ്യതയില്ല. യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ യോഗ്യത ഉള്ള ആളാണെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് ആരാ യോഗ്യത ഉള്ളത് നറുക്കിടാൻ വേണ്ടിയിട്ടാണ് അവർ ഡൽഹിയിലും ഇവിടെ ഹൈക്കമാൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവരാര് മുഖ്യമന്ത്രി ആയാലും ഒരു കാര്യമായി ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് അവസാനം തമ്മിലടി, റോഡിലെ തമ്മിലടി ഇവർ മുറുകിക്കൊണ്ടിരിക്കുക. തമ്മിലടിച്ചടിച്ചടിച്ചടിച്ച് നാറിപ്പൊഴുത്ത് ഈ മുന്നണി അങ്ങ് പോവുകയുള്ളൂ. പണിയെടുത്തവന് കൂലി കൊടുക്കണ്ടേ? നമ്മൾ മലയാളികളല്ലേ, മലയാളികൾ സാമാന്യ മര്യാദക്കാരാണെന്നാണൊക്കെ എല്ലാവരും എല്ലാ ചാനലും കേൾക്കുന്നത്. ലോകത്തുള്ള സർവ്വവർഗീയ ശക്തികളും ഒരു കൂട്ടുപിടിച്ചിട്ടുണ്ട്, ജാതിമത സംഘടനകൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു 10 വർഷം ഈ സർക്കാർ ഭരിച്ചെന്ന് പറഞ്ഞാൽ ഈ നാടിന് വേണ്ടിയിട്ട്, അതായത് ഇവിടുന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, 5 ലക്ഷം രൂപ പഠിക്കുന്ന കുട്ടികൾക്ക് പലിശരഹിത വായ്പ, 3000 രൂപ പെൻഷൻ. പിന്നെ അത് കൂടാണ്ട് ഒരു കാര്യം കൂടി വരുന്നുണ്ടെന്ന്, ഓരോ കുട്ടികൾക്കും, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും 1000 രൂപ വീതം മാസം തോറും പോക്കറ്റ് മണി കൊടുക്കുന്നു. അതാണ് മോഹന വാഗ്ദാനങ്ങൾ. ഇതിൽ അതൊക്കെ നടപ്പാക്കട്ടെ. അപ്പോഴല്ലേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുള്ളൂ. ഇപ്പോൾ ചേട്ടാ, നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. UDF വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ UDFിനുള്ളിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ഒരു തർക്കമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ വഴക്കുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അത് നല്ല ഭൂരിപക്ഷം കിട്ടിയ സ്ഥിതിക്ക് വീട് ദർശനാണ് ആകേണ്ടത്. അപ്പം അതിനുവേണ്ടി തമ്മിലടിയല്ലേ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പിടിവലിയ. ഇപ്പം 5 വർഷം ഇങ്ങനെ പോകുന്ന തോന്നണം. ഇപ്പം UDF ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് അധികാരത്തിലോട്ട് കയറിയത്. അതായത് ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അപ്പം ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന് പറയുന്നതിനകത്ത് കൂടുതലും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതൊക്കെ നടപ്പാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. KSRTC ഒന്നാമത് നഷ്ടത്തിലാവണം. അപ്പോൾ ഈ സൗജന്യങ്ങൾ എല്ലാം കൊടുത്താൽ അത് നിന്ന് പോവുകയുള്ളൂ. അതൊക്കെ പ്രാബല്യത്തിൽ വരുമെന്ന് തോന്നണില്ല. അപ്പോൾ UDFിൻ്റെ ഒരു മുന്നോട്ടുള്ള ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭരണത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. തമ്മിലടിയും ബഹളമായിരിക്കും. കഴിഞ്ഞ ടൈമിൽ 2016 വരെ ഇങ്ങനെയായിരുന്നല്ലോ. കേരളത്തിൽ ഇത്രയും വികസനങ്ങളൊക്കെ ചെയ്ത ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചല്ലേ, ആളുകളൊന്നും അനുഭവിക്കട്ടെ. അപ്പോൾ ചേട്ടൻ, നമ്മുടെ കേരള നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അപ്പം UDFിനുള്ളിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആരെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ളതാണ്. അപ്പം 3 പേര് അതിനായിട്ട് പരസ്പരം അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി? എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ മൂന്ന് ആൾക്കും യോഗ്യതയില്ല. യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ യോഗ്യത ഉള്ള ആളാണെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞായിരുന്നു. അടുത്ത എല്ലാ മന്ത്രിമാരും സ്ഥാനം ഏൽക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഈ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് ആരാ യോഗ്യത ഉള്ളത് നറുക്കിടാൻ വേണ്ടിയിട്ടാണ് അവർ ഡൽഹിയിലും ഇവിടെ ഹൈക്കമാൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതിപ്പോൾ പറഞ്ഞ പോലെ അതില്ലാത്ത കളറി പോലെ കിടക്കും ഇപ്പോൾ കേരളം. അപ്പോൾ UDFിൻ്റെ മുന്നോട്ടുള്ള ഒരു ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഇവരെ എപ്പോൾ കയറിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. ഇവർ അടിപിടി കൂടി ജനങ്ങൾക്കൊരു ഉപകാരമുള്ളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 10 കൊല്ലം നല്ല സേവനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ നാടിൻ്റെ പുരോഗതിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകളായാലും ഹോസ്പിറ്റലുകളായാലും വികസനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പാലങ്ങൾ, റോഡുകൾ, അതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഈ 5 കൊല്ലം ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ തുടങ്ങി വെച്ച പരിപാടികളൊക്കെ തീർക്കുമെന്നും അറിയാൻ പറ്റില്ല. ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. പിന്നെ അവർ ജയിച്ച് ശരിയാ, ഇടതുപക്ഷം തോറ്റിട്ടുണ്ട്. അവർ ജയിച്ചതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇത് അപ്പം പറയും ഇത് പിണറായിയുടെ ഭരണവിരുദ്ധ വികാരം. അതൊന്നുമല്ല. ഇതൊക്കെ എല്ലാ മേഖലയിൽ നിന്നും എല്ലാ വിഭാഗങ്ങളും കൂടിയിട്ട് ഒറ്റയ്ക്ക് ആക്രമിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അല്ലെങ്കിൽ ഭരണം നിവരണം മാറണമല്ല. കാരണം ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരമാവധി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ജനങ്ങൾക്ക് കിട്ടാത്ത എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുള്ള ആണല്ലോ. ഇതിപ്പോൾ തോൽവി സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, തോറ്റ്. പക്ഷെ ജയിച്ചവർ ഇനി ഭരണം നന്നായിട്ട് കാണിച്ചു തരണം. അതല്ലെങ്കിൽ ജനങ്ങൾ അടുത്ത തീരുമാനം വേറെ എടുക്കേണ്ടി വരും. ഇതൊരു ഇഫക്റ്റായതാണ്. അവർക്ക് ഗുണം കിട്ടി. ഒരുപാട് നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതൊക്കെ ജനങ്ങൾ വിശ്വസിച്ച്, അതാണ് അതിൻ്റെ ഉണ്ടായത്.
അപ്പം UDF ആണെങ്കിലും അധികാരത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ നടപ്പിൽ വരുത്തും എന്നുള്ളതായിരുന്നു. ഒന്നാമത് KSRTC നഷ്ടത്തിലാണ്. ഇവിടുന്ന് ഡെയിലി ഒരു 10-20 ആളുകൾ ഡെയിലി ഓരോ സ്റ്റോപ്പിൽ നിന്നും 10-20 ആൾ കയറും. ടൂറ് പോകും പെണ്ണുങ്ങൾ. അത് കയറുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് അതിൽ കാശ് അല്ല സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ പോകുമ്പോൾ നഷ്ടം സഹിക്കുന്നവരാ. ഓരോ പ്രാവശ്യം ശമ്പളം കൊടുക്കുന്നത് തന്നെ വേറെ ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടാണ്. ഈ KSRTCയുടെ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായി മെച്ചപ്പെട്ട് വന്നതാണ്. അത് തകർക്കണം. അത് തകർത്തിട്ട് പ്രൈവറ്റ് ലോബിക്ക് സഹായം ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഹോസ്പിറ്റലിലുള്ള കേസും അങ്ങനെ വരാൻ പോകണം. ഇനി ഇവിടെ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് 25 ലക്ഷം ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ടവനാണെങ്കിൽ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് വേണ്ടല്ലോ. ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ചികിത്സ വല്ല കുറവുള്ളതാണോ? നല്ല ചികിത്സയല്ലേ കിട്ടണത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കാണ്. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഇവർ വന്നൊന്നും ചെയ്യില്ലെന്നറിയാം. പിന്നെ അവരൊന്ന് പരീക്ഷിച്ച് ഇനി 5 കൊല്ലം അവരൊന്ന് നോക്കട്ടെ എന്ന്. അവരിത് പരീക്ഷിച്ച് അവർ നോക്കി അവർ ഭരിച്ച് കാണിക്കട്ടെ. ഞാൻ എൻ്റെ ഓർമ്മ 61 വയസ്സായി. എൻ്റെ ഓർമ്മയിൽ ഇവർ ഭരിച്ചപ്പോഴൊക്കെ കുഴപ്പങ്ങളുണ്ടായിട്ടുള്ളൂ. ക്ഷേമ പെൻഷൻ ആണെങ്കിലും 2000 ഇനി മേടിച്ചവരൊക്കെ ഇനി കൈ കെട്ടി വീട്ടിയിരുന്നാൽ മതി. ഇനി പെൻഷൻ കിട്ടുന്ന വിശ്വാസമൊന്നും എനിക്കില്ല. എനിക്കും കിട്ടില്ല. എനിക്കും പെൻഷനായ എനിക്കും കിട്ടില്ല. ഇവരാര് മുഖ്യമന്ത്രി ആയാലും ഒരു കാര്യം ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് അവസാനം റോഡിലെ തമ്മിലടി ഇവർ മുറുകിക്കൊണ്ടിരിക്കുക. അടിച്ച് നാറിപ്പൊഴുത്ത് ഈ മുന്നണി അങ്ങ് പോവുകയുള്ളൂ. അല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. കാരണം കർഷകത്തൊഴിലാളി പെൻഷൻ കൊടുക്കില്ല. പാവപ്പെട്ട ആൾക്കാർ മേടിക്കുന്നത് അത് കൊടുക്കില്ല. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഭവന നിർമ്മാണം അതൊന്നും നടക്കില്ല. കാരണം ഇതൊക്കെ നിർത്തിവെക്കാൻ അവർ പറഞ്ഞവരാ. കാരണം വീണ്ടും അധികാരത്തേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ തമ്മിലടിച്ച് ഇവർ നശിച്ച് പുഴുത്ത് നാറി പോവുകയുള്ളൂ. ഇപ്പം ഇതുപോലെ UDF ഒരു വൻ ഭൂരിപക്ഷത്തെ വിജയിക്കാനായിട്ട് സഹായിച്ച എന്താണെന്നാണ് ചേട്ടന് തോന്നുന്നത്? അത് ജനങ്ങൾ വിഡ്ഢികളായിട്ട് അവർക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് യാതൊരു വിഡ്ഢികളായിട്ട്. ഇപ്പോൾ BJP 3 എണ്ണം അധികാരത്തിൽ വന്നിട്ടുണ്ട്. 3 പേര്. ഈ BJPയുടെ ഈ രാജ്യം നശിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. രാജ്യം നശിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ 3 BJPക്കാർ അധികാരത്തിൽ തന്നെ. ഇതങ്ങനെ തന്നെ ഇത് നശിപ്പിച്ച് കളയും സംസ്ഥാനം. ഇന്ന് വരയ്ക്ക് നേടിയെടുത്ത ആ പുരോഗതി മുഴുവൻ ഇവർ നശിപ്പിച്ച് കളയും. അല്ലാതെ ഇവർക്ക് രാജ്യ താല്പര്യമോ ജനങ്ങളുടെ താല്പര്യമോ ഒന്നുമല്ല. വ്യക്തിപരമായ താല്പര്യം മാത്രമേ ഇവർക്കുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് BJP ഒത്തുകളിയായിട്ട് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഉണ്ട്, ഒത്തുകളിയുണ്ട്. പലയിടത്തും കോൺഗ്രസ് BJPക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ BJP കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം വന്നത്. കാരണം അവർ പോലും വിചാരിക്കാത്ത ഒരു ഭൂരിപക്ഷം ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ്. അപ്പോൾ ഇതിങ്ങനെ അധികം നാൾ നീണ്ടു പോകില്ല. ഇതൊക്കെ തമ്മിലടിച്ച് അടിച്ചു പോവുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പോൾ അത് നടപ്പിലാകുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും നടപ്പിലാകില്ല. നടപ്പിലാകാനായിട്ട് KSRTCക്ക് സ്പെഷ്യൽ ബസ് ചോർന്നൊലിക്കുന്ന ഇതായിട്ടുള്ള ചിലപ്പോൾ ഒരു ബസ് അങ്ങനെ ഇട്ടിരിക്കും. 1-2 ബസ് കാണുമായിരിക്കും. അതിൽ കൂടുതലൊന്നും ബസ് ഇടാൻ കഴിയില്ല. അത് ഏറ്റവും മോശപ്പെട്ട കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടി എടുത്തിട്ട് ആ റോഡിലിടും. അത്ര മാത്രമേ ഉള്ളൂ. അതും റോഡിൽ പ്രൈവറ്റുകാരായിട്ട് അടിപിടി കൂടി അതും നടക്കില്ല. ക്ഷേമ പെൻഷൻ 2000 നിന്ന് 3000 ആക്കാൻ പോവുകയാണ്. അപ്പം അത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അത് ഇവർ കൊടുക്കില്ല. അതിന് ഞങ്ങളെപ്പോലുള്ളവർ തെരുവിലിറങ്ങേണ്ടതായിട്ട് വരും. കർഷകത്തൊഴിലാളി പാവങ്ങൾ ഈ ഷുഗറും പ്രഷറും പിടിച്ചവരാണ് ഇത് മേടിക്കുന്നത്. അവരൊക്കെ റോട്ടിലിറക്കാനുള്ള ഒരു ഇതായിട്ട് വരും. അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ അവരൊന്നും കൊടുക്കില്ല. നേരത്തെ 60 രൂപ 600 രൂപ ആയിരുന്നിട്ട് പോലും ഇവർ കൊടുത്തില്ലല്ലോ. 2 വർഷത്തെ 25,000 രൂപ ഒന്നിച്ച് ഞാൻ മേടിച്ചതാണ്. എന്നിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക 2 മാസത്തെ ഉണ്ടായുള്ളൂ. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയപ്പോൾ 2 മാസത്തെ പെൻഷൻ ഉണ്ടായുള്ളൂ എന്നും പറഞ്ഞ് ഇവർ വാദിക്കുക. അപ്പോൾ തർക്കിക്കുക. 25,000 രൂപ ഞാൻ മേടിച്ചതാണ് 2 വർഷത്തെ. അതേപോലെ 18ഉം 20ഉം 20,000 രൂപയൊക്കെ മേടിച്ച് ധാരാളം പേരുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് വേറെ
മനുഷ്യനെ തട്ടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. വോട്ട് ചെയ്തവർ മണ്ടന്മാരും വിഡ്ഢികളുമാണ്, അത്ര മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. അവർ തീരുമാനിക്കണം മുഖ്യമന്ത്രി, അല്ലാണ്ട് നമ്മളല്ല തീരുമാനിക്കണം. വോട്ട് ചെയ്ത് ജനങ്ങൾ കഴുതകളായി, അതാണ് ശരി. അപ്പോൾ UDFന്റെ മുന്നോട്ടുള്ള ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യൂരോപ്പിൻ്റെ ഭരണം ഇപ്പം ഇതാണ് പോക്കെങ്കിൽ ഞാനും പറയേണ്ട കാര്യമില്ല, ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ വേണ്ടിയല്ല ഇത്. ജനങ്ങളെ സേവിക്കാനുള്ളവരിങ്ങനെ ഇപ്പോൾ 4-ാം തീയതി ഫലം പ്രഖ്യാപിച്ചു, ഇന്നിപ്പോൾ 8ആയി. 4 ദിവസം കഴിഞ്ഞിട്ടും 4 ദിവസം പിന്നിട്ടിട്ടും ഇന്ന് ഇപ്പോൾ വരെയും മുഖ്യമന്ത്രിനെ അല്ല മറ്റുള്ള മന്ത്രിമാരെ, സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മന്ത്രിമാരെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവർ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാനാണ്? ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യാൻ വേണ്ടല്ല, അവരുടെ പോക്കറ്റ് അവരുടെ ഇതാണ്. അവർക്ക് എന്താകാൻ പറ്റും? ഇപ്പോൾ 10 കൊല്ലം ഭരണമില്ലാതിരുന്നതിൻ്റെ ആ കേട് തീർക്കാൻ വേണ്ടിയുള്ള പിടുത്തമില്ലാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ഞാൻ മന്ത്രിയാകണം നിർബന്ധം വല്ലതും ഉണ്ടോ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കെന്ത് കിട്ടും? അല്ലെ ഞാൻ വിചാരിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടും? എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്ത് കിട്ടും? അതാണ് അവർ താല്പര്യം. അപ്പോൾ UDF ഇതുപോലെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള ഒരു കാരണം എന്തായിട്ടാണ് തോന്നുന്നത്? അത് പല ഘടകങ്ങളുണ്ട്. ലോകത്തുള്ള സർവ്വ വർഗീയ ശക്തികളും ഒരു കൂട്ടുപിടിച്ചിട്ടുണ്ട്, ജാതിമത സംഘടനകൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതൊരു 10 വർഷം ഈ സർക്കാർ ഭരിച്ചെന്ന് പറഞ്ഞാൽ ഈ നാടിന് വേണ്ടിയിട്ട്, അതായത് ഇവിടുന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്താണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളതെന്ന്. എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെന്നിട്ടുണ്ട്. ഒരു 50 വർഷത്തേക്കുള്ള വികസനം മുന്നിൽ കണ്ടാണ് പ്രവർത്തിച്ചേക്കുന്നത്. അതാണ് ഈ സർക്കാർ ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഒരു വീട്ടിലേക്കെങ്കിലും, ഒരു സാധാരണ കുടുംബത്തിലേക്കെങ്കിലും എന്തെങ്കിലും ഈ സർക്കാരിൻ്റെ ഈ 10 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു കുഞ്ഞും കേരളത്തിൽ നിന്നുണ്ടാവില്ല. കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു പിരിച്ച ഫണ്ട് എത്രയാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്താത്ത ആ സ്ഥലത്ത് ഒരാൾക്ക് ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും ചിലവഴിച്ചിട്ടാണ് അവിടെ വീടും സ്ഥലവും അവർക്ക് വേണ്ട എല്ലാ ജീവിത സൗകര്യങ്ങളും. ഇപ്പോഴും ഒരു വീട്ടിലേക്ക് ഒരാൾക്ക് 300 രൂപ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരു ദിവസം 300 രൂപ ഒരാൾക്ക്. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ 600, 3 പേരുണ്ട് 900 വെച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ 1-2 കൊല്ലമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ എന്നാൽ ഇപ്പോൾ അവരുടെ പേരും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിക്കുക, അത് ആ ഫണ്ട് എവിടെയെന്ന് പോലും അറിയാൻ പാടില്ല. അവരാണ് ഇനി നാടകം നോക്കുമ്പം. ഒരു BJP കോൺഗ്രസ് ഒത്തുകളിയായിട്ട് തോന്നുന്നുണ്ടോ ഈ വിജയം? അല്ല, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ വർഗീയ ശക്തികളും ഉണ്ട് അതിനകത്ത്. എല്ലാ കോൺഗ്രസും BJP എന്നുണ്ട്. സർവത്ര ഈ ഭൂമി ലോകത്ത് ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ഇതുണ്ടോ അതെല്ലാം അതിനകത്ത് വിട്ടിട്ടുണ്ട് എല്ലാവരും. കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് KSRTCയിൽ. അതൊക്കെ ഫലത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? സൗജന്യ യാത്ര മാത്രമല്ലല്ലോ പറയണം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, 5 ലക്ഷം രൂപ പഠിക്കുന്ന കുട്ടികൾക്ക് പലിശരഹിത വായ്പ, 3000 രൂപ പെൻഷൻ. പിന്നെ അത് കൂടാണ്ട് ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും 1000 രൂപ വീതം മാസം തോറും പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. അതാണ് മോഹന വാഗ്ദാനങ്ങൾ. ഇതിൽ അതൊക്കെ നടപ്പാക്കട്ടെ. അപ്പോഴല്ലേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുള്ളൂ. നടപ്പാകണമെങ്കിൽ നടപ്പാക്കാൻ വേണ്ടല്ലോ ഇവർ പറഞ്ഞിട്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരിച്ച 2016 വരെയും 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. 18 മാസത്തെ പെൻഷൻ അന്ന് വെറും 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് 18 മാസം കൊടുക്കാത്തവർ ഇനിയിപ്പോൾ ഈ 3000 വെച്ച് ആർക്ക് കൊടുക്കുക? ഈ കൊടുക്കുക? എനിക്കത് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ 5 ലക്ഷം വീട് കഴിഞ്ഞ സർക്കാർ വെച്ച് കൊടുത്ത്, കുറേ പേർക്ക് ഇനിയിപ്പോൾ വെച്ച് കൊടുക്കാനുണ്ട്. അതൊക്കെ നടത്തിയാൽ നടന്ന് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഈ കാണുന്നത്, ഈ കിടക്കുന്ന മാർക്കറ്റ് ഇപ്പോൾ കുളംകുത്തിയിട്ടൊക്കെ കുറച്ച് പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. വല്ല മഴയത്തെങ്കിലും ആർക്കെങ്കിലും കയറി നിൽക്കായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പൊളിച്ചൊരു ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഇതാണ്, ഒരു എരയാണ്. ഞാൻ 10 വർഷമായിട്ട് ഇതിനകത്ത് ഇത് നടത്തുന്ന ആളായി, ഉണക്കമീൻ കച്ചവടം നടത്തുന്ന ആളാണ്. 10 വർഷമായി. ആ കെട്ടിടം പൊളിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് മാറിക്കൊള്ളണം, ഇപ്പം തന്നെ പൊളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ എന്നെ ഇരുന്നിടത്ത് മാറ്റുകയും ചെയ്തു. അത് വേറെ ഇതാണ്, അതെനിക്കറിയാം. കാണിച്ചിട്ട് വേണ്ട, ഇവിടെ കിടന്ന മണ്ണടിച്ച് അവർ വേറെ സ്ഥലത്ത് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് റോഡുണ്ടാക്കി ഇതുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു വരെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ 60 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ പണിയൊന്നും പറഞ്ഞാണ് അവരത് കൊണ്ടുവന്നത്. ഒന്നും നടന്നിട്ടില്ല. സെപ്റ്റംബറിലായിട്ട് ആണ് ഈ സംഭവം നടക്കുന്നത്.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ്. അത് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും. പറഞ്ഞതൊക്കെ പറഞ്ഞ് പണ്ടൊരു ഇതിൽ പറഞ്ഞതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാകാൻ പോകണില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ആമ്പല്ലൂർ പഞ്ചായത്തുകാരനാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ പണിയെടുത്തവന് കൂലി കൊടുക്കണ്ടേ? നമ്മൾ മലയാളികളല്ലേ, മലയാളികൾ സാമാന്യ മര്യാദക്കാരാണെന്നാണൊക്കെ എല്ലാവരും എല്ലാ ചാനലും ഒക്കെ കേൾക്കുന്നത്. ഞങ്ങൾ ഈ സഞ്ചാരമൊക്കെ കേൾക്കാറുണ്ട്. അതിനകത്തൊരു എയർ ഹോസ്റ്റസ് പറഞ്ഞ് ഏറ്റവും നല്ല മലയാളികളാണെന്ന് അവർ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് പണിയെടുത്തവന് കൂലി കൊടുക്കണ്ടേ? പണിയെടുത്തവന് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പറയാമോ ആരാണ് പണിയെടുത്തതെന്ന് പറയാമോ? സതീശൻ തന്നെ. അപ്പോൾ ഈ സതീശനാണ് ശരിക്കും ആകേണ്ടത്. അതാണ് മര്യാദ. ബാക്കി ചെയ്യുന്നതൊക്കെ മര്യാദ കേടായിട്ട് വരും. ഇനി സതീശനായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നടക്കാതെ വരും. അത് പയ്യെ ശരിയായിക്കോളും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.